ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കായി കണക്കാക്കുന്നത് ആ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗമാണ്. അത് കഴിഞ്ഞാൽ ആ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ്. അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് കിഴക്ക് ഭാഗത്തോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ വീട്ടിനകത്തോ പുറത്തോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ സാരമായി അവരുടെ ജീവിതത്തെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് എൻ്റെ അഭിപ്രായമല്ല, വാസ്തുവിലും ഫെങ്ഷുയിലുമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, അതായത് വർഷങ്ങളായി ഈ ഒരു സയൻസ് ഭാരതത്തിലും ചൈനയിലും നിലനിൽക്കുന്നുണ്ട്. അപ്പം അത് പഠിച്ച് മുന്നോട്ട് പോയി അതിനെ പിൻപറ്റി വരുന്ന തലമുറ അത് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ആ പറയപ്പെടുന്ന കാര്യങ്ങൾ ഓരോരുത്തരും അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അത് സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ബോധ്യപ്പെടുന്നവർക്കായിട്ടുള്ള പ്രശ്നവും പരിഹാരങ്ങളുമാണ് ഞാൻ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് ഏറ്റവും മോശമാണ്. അതിനേക്കാൾ മോശമാണ് വടക്ക് കിഴക്ക് ഭാഗത്ത്. അപ്പോൾ നമുക്ക് പലരും വടക്ക് കിഴക്ക് ഭാഗത്ത് ഈ തെക്ക് പടിഞ്ഞാറ് വലിയ പ്രാധാന്യമുള്ളതായിട്ട് പലരും കണക്കാക്കുന്നുണ്ട്. അതിനേക്കാൾ പ്രാധാന്യം വടക്ക് കിഴക്കിനുണ്ട്. പക്ഷേ അത് അത്രത്തോളം സീരിയസ് ആയിട്ട് ആരും എടുക്കുന്നില്ല. ഒരുപക്ഷെ അതിലേക്കുള്ള അറിവിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം അത് സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു വടക്ക് കിഴക്ക് ഭാഗം നമ്മൾ എത്ര കണ്ട് ക്ലിയർ ആക്കുന്നു അത്ര കണ്ട് നമ്മുടെ സൗഭാഗ്യങ്ങൾ കൂടും. അപ്പോൾ ഒരു കാരണവശാൽ ഇപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു സെപ്റ്റിക് ടാങ്ക് വന്നാൽ നമുക്ക് അതിന് ചില പരിഹാരങ്ങൾ ചെയ്യാം. അത് ചെയ്താൽ ഒരു പരിധി വരെ അതിനൊരു മാറ്റം ഉണ്ടാവും. പക്ഷേ വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ മാസ്റ്റേഴ്സ് എല്ലാം പറയുന്നത് അവിടെ നിങ്ങൾ പരിഹാരങ്ങൾ ചെയ്യാൻ നിൽക്കാതെ ആ വടക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന സെപ്റ്റിക് ടാങ്ക് ആയാലും ടോയ്ലറ്റ് ആയാലും അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ല പരിഹാരമായിട്ട് അവരെല്ലാവരും പറയുന്നത്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു സെപ്റ്റിക് ടാങ്കോ ഒരു ടോയ്ലറ്റോ വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ മൊത്തത്തിലുള്ള പ്രോസ്പെരിറ്റിയെ അത് സാരമായി ബാധിക്കും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ കഴിയുന്നത് നിങ്ങളത് ഒഴിവാക്കുകയാണ് എപ്പോഴും ചെയ്യേണ്ടത്. പുതിയ വീടുകൾ ആരെങ്കിലും വെക്കുകയോ അല്ലെങ്കിൽ പുതിയ വീടുകളുടെ സെപ്റ്റിക് ടാങ്കോ പുതിയോ എടുക്കുന്നെങ്കിൽ ഒരിക്കലും വടക്ക് കിഴക്ക് ഭാഗം എടുക്കാതെ അവിടെ ഒന്ന് ഒഴിവാക്കിയിടുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് അവിടെ ഒരു 3 കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന്, ഹിന്ദു വിശ്വാസപ്രകാരം വടക്ക് കിഴക്ക് ഭാഗത്ത് ശിവൻ്റെ സങ്കല്പമുള്ളതായി പറയുന്നുണ്ട്. അടുത്തത്, വടക്ക് കിഴക്ക് ഭാഗത്ത് എല്ലാ വീട്ടിലും ഒരു വാസ്തുപുരുഷൻ ഉണ്ടെന്നും ഈ വാസ്തുപുരുഷൻ്റെ ശിരസ് വടക്ക് കിഴക്ക് ഭാഗത്താണ്, പാദം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വടക്ക് കിഴക്ക് ശിരസിരിക്കുന്ന ഭാഗത്ത് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അടുത്തത്, നവഗ്രഹങ്ങളിൽ ഗുരു എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ സ്ഥാനം വടക്ക് കിഴക്കായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് യാതൊരു തരത്തിലുള്ള നിർമ്മിതികളോ പാടില്ല. ആ ഭാഗം ശൂന്യമാക്കി ഇടുക, ഒഴിച്ചിടുക, വൃത്തിയാക്കിയിടുക. അവിടെ കിണർ, അവിടെ ഗേറ്റ്, ഇതൊക്കെ ഏറ്റവും ഉത്തമം. മറ്റൊന്നും അവിടെ പാടില്ല. വൃക്ഷങ്ങളായാലും പാടില്ല, ഒരുപാട് ഉയരമുള്ള ചെടികളും ഒന്നും പാടില്ല. വടക്ക് കിഴക്ക് ഏറ്റവും ക്ലിയർ ആക്കി ഇടുക എന്നുള്ളതാണ് വാസ്തുവിൽ പറയുന്നത്. അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് നോക്കൂ, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് അത് സാധിക്കുന്നതാണ്. 1-2 ടൂളുകൾ കൂടെ പരിചയപ്പെടുത്താം. നമുക്ക് ഇന്ന് ഉപയോഗിച്ച് വരുന്ന ടൂളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ വിക്ടറി ഹോഴ്സാണ്. വിക്ടറി എന്ന് പറയുന്ന 2 കാലുകൾ ഉയർത്തി നിൽക്കുന്ന ഒരു കുതിരയാണ്. ഇത് ജീവിതത്തിൽ ഒത്തിരി വിജയങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഹോഴ്സ് നമ്മളെ സഹായിക്കുന്നതാണ്. ഇതിൻ്റെ സ്ഥാനം ലിവിങ് റൂമിൻ്റെ സൗത്ത് അല്ലെങ്കിൽ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി. അടുത്തത് ചൈനീസ് കോയിൻ. അത് ഒരു ഗോൾഡ് കോയിനും ഒരു കോപ്പർ കോയിനുമായിട്ടാണ് നമുക്ക് ഉപയോഗിക്കാവുന്നത്. ഇത് 3ൻ്റെയും കൂടെ ഓരോ കെട്ടുകളായിട്ട് നമുക്ക് നമ്മുടെ പേഴ്സിൽ വയ്ക്കാം. ഇതൊരു സെറ്റ്, ഇതൊരു സെറ്റ്. ഇത് നമ്മളിലേക്ക് പൈസ വരാനും ആ പൈസയെ നിലനിർത്താനുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ പൈസ എവിടെയൊക്കെ സൂക്ഷിക്കുന്നുണ്ടോ, നിങ്ങളുടെ പോക്കറ്റിലോ നിങ്ങളുടെ പേഴ്സിലോ നിങ്ങളുടെ അലമാരയിലോ നിങ്ങളുടെ ലോക്കറിലോ നിങ്ങളുടെ ക്യാഷ് ബോക്സിലോ നിങ്ങളുടെ സ്ഥാപനത്തിലോ എവിടെയൊക്കെ നിങ്ങൾ പൈസ സൂക്ഷിക്കുന്നു അവിടെയെല്ലാം ഇത് വയ്ക്കുന്നത് ആ പൈസയുടെ വരവ് വർദ്ധിക്കാനും അത് നിലനിർത്താനുമായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. ഉപയോഗിച്ചിട്ടില്ലാത്തവരൊന്ന് ഉപയോഗിച്ച് നോക്കൂ. ഇതിൻ്റെ റിസൾട്ട് സ്വയം അനുഭവിച്ച് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കത് വയ്ക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഫീനിക്സ് ബേഡാണ്. പേര്, പ്രശസ്തി, അംഗീകാരം, വിജയം, ഇതിനൊക്കെ നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ ഫീനിക്സ് ബേഡിനെ കണക്കാക്കുന്നുണ്ട്. ഒന്ന് വാങ്ങിച്ച് വെച്ച് നോക്കൂ. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ സ്വയം അനുഭവിച്ചറിയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എർത്ത് എനർജി എൻഹാൻസ് ചെയ്യാനായിട്ട് ക്രിസ്റ്റൽസിൻ്റെ ബോൾ സൂക്ഷിക്കുന്നുണ്ട്. ഇത് ഈ വർഷം വന്നിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് സൂക്ഷിക്കുന്നത് വളരെ നല്ല ഒരു ഇതായിട്ട് പറയുന്നുണ്ട്. പിന്നെ നെഗറ്റീവ് എനർജികളിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടാനായിട്ട് ഇത് സൂര്യപ്രകാശം വരുന്ന ഭാഗത്ത് ഹാങ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് സൂര്യപ്രകാശം തട്ടി മഴവില്ല് പോലെ നമ്മുടെ റൂമിനകത്ത് കിട്ടുന്നതാണ്. അത് വളരെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും ഉപയോഗിച്ച് നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.